നിങ്ങളിലെ കോൺഗ്രസ് നേതാക്കന്മാർ വന്നിരുന്ന് വാദിക്കുന്ന പോലെ പറയാം. സോണിയാഗാന്ധി അയാളുടെ ഇന്ന് സ്വർണത്തിന്റെ പങ്ക് വാങ്ങിച്ചോ? അല്ല, താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ ശ്രോതാക്കൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസപ്പെടും, മനോരമയ്ക്ക് മനസ്സിലാവാൻ ഇച്ചിരി പ്രയാസപ്പെടും. ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. സ്വപ്നം കണ്ടിരുന്നോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സോണിയാഗാന്ധിയായിട്ടൊക്കെ ബന്ധമെന്ന് താങ്കൾ പറഞ്ഞു കേട്ടു. എന്നിട്ട് ആ സ്വപ്നം കണ്ടിട്ട് എന്തുണ്ടായി? ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുള്ള ബന്ധം കൊണ്ട് ഇവിടെ വല്ലതും സംഭവിച്ചോ? അങ്ങനെ വല്ല വെബ്സൈറ്റ് കണ്ടുപിടിച്ചോ? അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് ഞെട്ടിയിരിക്കുന്ന കാര്യങ്ങളൊന്നും ഈ ഫോട്ടോ ക്ലിപ്പിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ലല്ലോ സോഫാർ. ശ്രീ അയ്യപ്പദാസ്, അതിൽ രണ്ട് കാര്യം. ഒന്ന്, അങ്ങ് നേരത്തെ പറഞ്ഞ ഈ ക്ഷേത്രതന്ത്ര സമുച്ചയ ഗ്രന്ഥം 15-ാം നൂറ്റാണ്ടിൽ ചേന്നാസ് നമ്പൂതിരിയുടേതാണ്. അതിന്റെ മലയാള വ്യാഖ്യാനം എന്ന് വേണമെങ്കിൽ പറയാവുന്നത് കുഴിക്കാട്ട് പച്ചയ. അത് പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് എഴുതിയത്. അങ്ങ് ഇത് പരിശോധിക്കണം. ഈ ക്ഷേത്രതന്ത്ര സമുച്ചയത്തിലോ കുഴിക്കാട്ട് പച്ചയിലോ ഈ വാജീവാഹനത്തെക്കുറിച്ചല്ല ഈ പരാമർശമുള്ളത്. അതുള്ളത് ദേവന്റെ മൂലവിഗ്രഹത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ദേവിയുടെ മൂലവിഗ്രഹമാണ്. ആ വിഗ്രഹം എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? അത് ഉപയോഗിക്കാൻ മാറ്റി പുതിയതൊന്ന് ഉപയോഗിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഇതുണ്ടാക്കിയ ആളെന്ന് പറഞ്ഞാൽ അതിൻ്റെ ശില്പി, അതായത് അന്നത്തെ കാലത്ത് മൂശാരിമാർ. അപ്പോൾ ഈ ശില്പവേല അല്ലെങ്കിൽ ലോഹവേല ചെയ്യുന്നവരാണ് മൂശാരിമാരായിട്ട് കേരളത്തിൽ ഇന്ത്യയിലൊക്കെ നിലനിന്നിരുന്നത്. ആ സാധനം വീണ്ടെടുക്കാൻ കഴിയാത്ത വിധത്തിൽ ഷെയ്പ്പ് മാറ്റണം, അതിൻ്റെ രൂപമാറ്റം വരുത്തണം. ഉദാഹരണത്തിന് ലോഹമാണെങ്കിൽ ഉരുക്കണം, തടിയാണെങ്കിൽ കത്തിക്കണം, പിന്നെ ശിലയാണെങ്കിൽ ഒഴുക്കിക്കളയണം. അങ്ങനെ ചെയ്തിട്ട് ഇത് ആർക്കാ കൊടുക്കേണ്ടതെന്നറിയോ? തന്ത്രിക്കല്ല കൊടുക്കേണ്ടത്. ഇത് കൊടുക്കേണ്ടുന്നത് ഈ മൂശാരിക്കാണ് കൊടുക്കേണ്ടത്. അദ്ദേഹമാണ് ഇതിന്റെ ഗുരു. ഈ മൂശാരി എന്താ ചെയ്യേണ്ടത്? അതും ഈ രൂപത്തിലല്ല ഉപയോഗിക്കേണ്ടത്, മറ്റൊന്നായിട്ട് മാറ്റി ഉപയോഗിക്കണം. ഇതാണ് ക്ഷേത്രതന്ത്ര സമുച്ചയം. അതും പറയുന്നത് വാജീവാഹനത്തെ കുറിച്ചല്ല. അപ്പൊ വാജീവാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രിക്ക് കൊടുക്കാൻ അവകാശമില്ല. തന്ത്രിക്ക് കൊടുത്തത് എന്തിനു വേണ്ടിയാ? ഈ കൊടിമരം തന്നെ ചീത്തയായി എന്ന് ദേവപ്രശ്നം കൃത്രിമമായിട്ട് ഉണ്ടാക്കിച്ചാണെന്ന് വന്നു കഴിഞ്ഞു. അങ്ങനെ കൃത്രിമമായിട്ട് പരിശോധിച്ച് വരുമ്പോൾ മനസ്സിലാവുന്നത് ഈ വാജീവാഹനം കൊടുക്കാൻ ഗോപാലകൃഷ്ണനും അജയ് തറയിലെല്ലാം കൂടെ ഉണ്ടാക്കിയ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവം. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത് അങ്ങ് പറഞ്ഞ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ പോയിന്റ് അങ്ങ് പറഞ്ഞത് എന്താണ്? അല്ല, നമ്മൾ ഈ സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നോ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയായിട്ടൊക്കെ കാണുന്നു? ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ സ്വപ്നം ആരും കണ്ടാലും ഇല്ലെങ്കിലും ഈ കേസിൽ അറസ്റ്റിലായവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, പറയട്ടെ. പോറ്റിയും സോണിയാഗാന്ധിയും ബന്ധപ്പെട്ട പ്രശ്നം. അതിൽ നിങ്ങളെ മാധ്യമ പ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുന്ന കാര്യം, അല്ലെങ്കിൽ വലതുപക്ഷത്തിന് വേണ്ടി പൊതുവെ സംസാരിക്കുന്നവർ ആവർത്തിച്ച് ചോദിക്കുന്ന കാര്യം, അതിന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും പറയും സോണിയാഗാന്ധിയായിട്ട് ബന്ധമുണ്ടെന്ന് ആദ്യം സമ്മതിച്ചില്ല. ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ അത് സമ്മതിച്ചു. അടൂർ പ്രകാശ് ആദ്യം നിഷേധിച്ചു, പിന്നീട് സമ്മതിച്ചു. ചിത്രങ്ങളും തെളിവുകളും പുറത്തു വന്നപ്പോൾ സമ്മതിച്ചു. പിന്നെന്താ പ്രശ്നം? അവരൊക്കെ ബന്ധമുണ്ടായത് വഴി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള നേട്ടം എന്താണ്? ശ്രീ അയ്യപ്പദാസെ, ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുന്നത് കണ്ഠരര് രാജീവരുടെ സഹായത്തോടുകൂടി 2004 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2007 പരികർമ്മിയായിട്ട് അവിടെ നിയമിക്കുന്നു. അതിന് ദേവസ്വം ബോർഡിന്റെ അനുവാദം വേണ്ട, കാരണം സാലറി കൊടുക്കുന്ന ദേവസ്വം ബോർഡ്. ഈ ഫോട്ടോഗ്രാഫിനോ സോണിയാഗാന്ധിയുള്ള ബന്ധത്തിനോ എന്തെങ്കിലും പശ്ചാത്തലം ഉണ്ടോ? അത് പറയൂ. അതല്ലേ പറഞ്ഞു വരുന്നത്. നിങ്ങൾ എത്ര നരേഷൻ മാറ്റിക്കൊണ്ടുപോയാലും അത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ വിഷയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അങ്ങ് ആദ്യം ചോദിച്ചല്ലോ. MA ബേബി സഖാവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനെ എടുത്ത് ബന്ധപ്പെടുത്തി ചോദിച്ചല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഈ കൊള്ള നടത്താനും ഈ ക്രിമിനലിസം കാണിക്കാനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിയൊരുക്കിയതാര്? ആ ബന്ധം ഇടതുപക്ഷമായിട്ടുള്ള ബന്ധമല്ല. പോറ്റിയെ കയറ്റിയത് ആര് എന്ന ചോദ്യം എന്ന പാരഡിയുടെ ഉത്തരം, പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ്. സോണിയാഗാന്ധിയുടെ അനുമതിയോടെ സോണിയാഗാന്ധി പറഞ്ഞു വിട്ടതാണോ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി? ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് മോഷ്ടിച്ചോണ്ട് പോകാൻ കാരണം UDF ഭരണമല്ല നല്ലത്. അല്ലല്ല, ഒരു സെക്കൻഡ്. സോണിയാഗാന്ധി ഇങ്ങനെ പറഞ്ഞു UDF ഭരണമല്ല നല്ലത്. ഉത്തരവാദിത്തം. ശരി, എന്റെ ചോദ്യം ശരി, കയറ്റിയത് ശരി. എന്നിട്ട് സോണിയാഗാന്ധി ഇങ്ങനെ പറഞ്ഞോ UDF ഭരിക്കുമ്പോഴല്ല LDF ഭരിക്കുമ്പോഴാണ് നല്ലത് പറഞ്ഞോ? കോൺഗ്രസ് നേതാക്കന്മാർ വന്നിരുന്ന് വാദിക്കുന്ന പോലെ അയാളുടെ ഇന്ന് സ്വർണത്തിന്റെ പങ്ക് വാങ്ങിച്ചോ? മുറിക്കകത്ത് ചെന്ന് അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ ഓഫീസിൽ ചെന്ന് അവർക്കൊരു സമ്മാനം കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ പാർലമെന്റ് അംഗങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് പോയി UDF വഴിയാണ്. ശരി, അതിന് ക്രൈമുമായി എന്താണ് ബന്ധം? ആ ക്രൈമിന്റെ ഉത്തരവാദി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതെ, കേരളത്തിലെ ക്ഷേത്രവിശ്വാസം LDF-നെ ഏൽപ്പിച്ച കാലത്ത് അതുപോലെ CPM നേതാക്കൾ ഭരിക്കുമ്പോൾ കൂടിയാണ്. എന്റെ അയ്യപ്പദാസെ, CPM ഭരിക്കുമ്പോഴേ എന്താണ് അതിൽ സംഭവിച്ചെന്നുള്ളതിന്റെ
കുറ്റപത്രം വരുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത്. എത്ര ദിവസമായി ഗോതമ്പുണ്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ ഗോപൻ? CPI EDO പിടിച്ചകത്തിട്ടതല്ല, നിങ്ങളുടെ പോലീസ്. എന്താ അയ്യപ്പദാസിന്റെ പ്രശ്നം എന്താ? അത് പറ, എനിക്ക് കേൾക്കാൻ വയ്യ. നിങ്ങളുടെ ചോദ്യം എനിക്ക് കേൾക്കാം. എന്റെ പ്രശ്നമൊന്നുമില്ല. അല്ലല്ല, എനിക്കെന്താ പ്രശ്നം? ഭയങ്കര ആ ഭാഷയിലേക്കൊക്കെ താങ്കൾ പോകുന്നത്. തുടക്കത്തിലെ അസ്വസ്ഥത വേണ്ട. എന്റെ ചോദ്യം, സോണിയാഗാന്ധി ഇത് പറഞ്ഞു, നിങ്ങൾ ഈ ബന്ധം വെച്ച് എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ശബരിമലയിൽ നടന്ന ക്രൈമുമായി സോണിയാഗാന്ധിക്കുള്ള ബന്ധം എന്താണ്? ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് സോണിയാഗാന്ധിയുമായുള്ള അടുപ്പം കൊണ്ട് എന്താണ് ഈ ക്രൈമിൽ സംഭവിച്ചത്? അത് താങ്കൾ വിശദീകരിച്ച് തന്നാൽ മതി. അദ്ദേഹം അവർ പറഞ്ഞോ UDF ഭരിക്കുമ്പോൾ പറ്റില്ല കേട്ടോ, പ്രയാറിരിക്കുമ്പോൾ പറ്റില്ല കേട്ടോ, LDFന്റെ ഭരണം വരും, അപ്പൊ LDFന്റെ ഭരണസമിതി വരും, അപ്പൊ കട്ടാ മതി എന്ന് പറഞ്ഞോ? അല്ല, താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ ശ്രോതാക്കൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസപ്പെടും, മനോരമയ്ക്ക് മനസ്സിലാവാൻ ഇച്ചിരി പ്രയാസപ്പെടും. ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ, നിങ്ങൾ ചോദിച്ച ചോദ്യം അതാണെങ്കിൽ, ആ ചോദ്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കയറാൻ ഇടവന്ന സാഹചര്യം എന്താണ് സാർ താങ്കൾ പറയുന്നത്? പോറ്റിയെ കയറ്റിയത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരവാ സാർ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആയിക്കോട്ടെ, എന്നിട്ട് എപ്പോ കട്ടു? ആ ചോദ്യത്തിന് ഉത്തരം പറയൂ. UDF ഇരിക്കുമ്പോ കട്ടോ, LDF ഇരിക്കുമ്പോ കട്ടോ? അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കൊടും ക്രിമിനലിന് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡുമായിട്ടും നേതൃത്വമായിട്ടും അടുത്ത ബന്ധമുള്ളത് കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വിളയാടിയത്. അല്ല, നിങ്ങൾ ക്ഷമിക്കേ, നിങ്ങൾ തിരക്ക് പിടിക്കണ്ട സാർ. SIT പോകാൻ പോകുന്നത്, SIT ഇപ്പൊ പൊക്കൊണ്ടിരിക്കുന്നത് പിറകിലോട്ടാ. ആ പിറകിലോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടത്. പിറകിലോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് വാജീവാഹനത്തിന്റെ ക്ലിപ്പിംഗ്സ് പുറത്തു വന്നത്. അങ്ങനെ പിറകിലോട്ട് പോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മോഷണം 2019 തുടങ്ങിയതല്ല സാർ, 2019 മുമ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തിരക്ക് പിടിക്കണ്ട, ഓരോ ദിവസം കഴിയുന്നതോറും സാഹചര്യം. ആ തിരക്കിനെ കുറിച്ചൊന്നുമല്ല ഞാൻ ലളിതമായി ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഇനി ഉത്തരം പറഞ്ഞില്ല. അതുകൊണ്ട് താങ്കൾ എന്നിട്ട് എന്നോട് ചോദിക്കുക എന്റെ പ്രശ്നം എന്താണ്. നമുക്ക് ആ പ്രശ്നം നമുക്ക് അടുത്ത റൗണ്ടിൽ സംസാരിക്കാം, സമയം ഇത്രയായല്ലോ. ശ്രീ സന്ദീപ് വാര്യർ, അപ്പൊ വീട് കയറുകയാണ്. ഉത്തരം പറഞ്ഞു, അങ്ങേക്ക് ആ ഉത്തരമല്ല വേണ്ടത്. അല്ല, താങ്കൾ പറഞ്ഞോ ആരിയ്ക്കുമ്പോ കട്ടു എന്നുള്ളത് താങ്കൾ പറഞ്ഞോ? ആരിയ്ക്കുമ്പോ കട്ടു എന്ന് പറഞ്ഞോ? പറഞ്ഞോ ആരിയ്ക്കുമ്പോ കട്ടു താങ്കൾ പറഞ്ഞോ? എങ്ങനെ ഈ സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റിയായി ബന്ധം കൊണ്ട് പോറ്റി കട്ടത് എപ്പോഴാ? പോറ്റിക്ക് കള്ള കൂട്ടുകാരെ കിട്ടിയത് എപ്പോഴാ? കോൺഗ്രസ് നിന്നാണോ കിട്ടിയത് കള്ളക്കൂട്ടുകാരെ കക്കാൻ? കട്ടത് എപ്പോഴാ? LDF ഇരിക്കുമ്പോ കട്ടത് ഇപ്പോഴാണ്. അല്ല, അയ്യപ്പദാസിനോട് ആര് പറഞ്ഞു 2019 ശേഷം മോശം മാത്രം അവിടെ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മോഷ്ടിച്ചതെന്ന്? പിന്നെ എപ്പോഴൊക്കെയാണ് താങ്കൾ പറഞ്ഞേ? ഞാൻ അതിനെ മറുപടി CPM അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പറയൂ. എന്നാ പിന്നെ താങ്കൾ പറയാം, അതിന് മുമ്പ് എപ്പോഴൊക്കെയാണ് പറയൂ. അത് കോടതിയിൽ കൂടെ കൊടുക്കണം കേട്ടോ. അതല്ലേ പറഞ്ഞത്. അല്ല, ഞാനൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഞാൻ 1 മിനിറ്റെങ്കിലും പറയട്ടെ, കാരണം നിങ്ങളുടെ ചോദ്യം എനിക്ക് കേൾക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താ എന്താ ചോദിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ 1 മിനിറ്റെങ്കിലും പറഞ്ഞിട്ട് അങ്ങ് ചോദ്യത്തിലേക്ക് കിടക്ക്. അതായത് 2019 മുതലുള്ളതാണ് അങ്ങ് ഉൾപ്പെടെയുള്ളവർ വെച്ച് പിടിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് ഈ തന്ത്രി കണ്ഠരയുടെ പ്രശ്നങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറിയ സമയവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള രാഷ്ട്രീയ ബന്ധങ്ങളും ഇതെല്ലാം കൂടി 2019 പിറകിലേക്ക് വരും. 2004 മുതൽ 25 കൊല്ലക്കാലമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും CPIMന്റെ ബോർഡ് പ്രസിഡന്റുമാരുമായിട്ട് ബന്ധപ്പെടുന്നത് ഈ അടുത്ത കാലത്ത്. പക്ഷെ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറിയ കാലത്ത്, 1 രാമൻ നായർ, 2 ഗോവിന്ദൻ നായർ, 3 പ്രയാർ ഭവാകരൻ, ഇവർ 3 പേരും കോൺഗ്രസ് നേതാക്കളാണ്. അവരുടെ കാലത്താണ് പുറത്തു വരുന്നതാണ് നടത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുക, പോറ്റിയെ കയറ്റിയത് ആരാ സാർ? അല്ല, അതിന് ഉത്തരം അങ്ങ് പറഞ്ഞാട്ടെ. പോറ്റിയെ കയറ്റിയത് ആരാ സാർ? പോറ്റി പല ഭരണസമിതി അവിടെ ഇരിക്കുമ്പോൾ അവിടെയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിലവിൽ അറസ്റ്റിലായ തന്ത്രിയുമായി നല്ല ബന്ധമുണ്ട്. ആ ബന്ധം സംശയാസ്പദമാണ്, ഞാൻ മനസ്സിലാക്കുന്നതാണ്. ഈ അയ്യപ്പദാസ്, ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറ. ഞാൻ പറഞ്ഞില്ലേ പോറ്റിയെ കയറ്റിയതാരാ? അതിന് നിങ്ങൾ ഉത്തരം പറ. 10 ആണ്ടുകൾക്ക് മുമ്പ് പോറ്റി അവിടെ ഉണ്ട്. ആരാന്നോ? ആ തന്ത്രി, നമ്മുടെ തന്ത്രി. വേണ്ട, ഇത് yes or no ക്വസ്റ്റ്യനാ. പോറ്റിയെ കയറ്റിയത് ആരാ? അങ്ങനെയാണെങ്കിൽ ഒരു yes or no ക്വസ്റ്റ്യൻ അങ്ങോട്ട് തന്നോ. ഏത് ബോർഡ് ഭരിക്കുമ്പോഴാണ് കട്ടെന്ന് ചോദിച്ചു. ആ yes or no എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല സാർ. അങ്ങനൊന്നും വഴിവെടുക്കാൻ മറുപടി പോരാ. എന്ത് വഴിവെടുക്കാൻ മറുപടി? താങ്കൾ മറുപടി പറഞ്ഞിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുള്ള ബന്ധം കൊണ്ട് എപ്പോ കട്ടുമെന്ന് ചോദിച്ചു താങ്കൾ പറഞ്ഞോ? പറഞ്ഞോ? LDFന്റെ കാലത്ത് കട്ടുമെന്ന് താങ്കൾ പറഞ്ഞോ? അങ്ങയുടെ നിരീക്ഷണത്തിൽ പറ. എന്റെ നിരീക്ഷണം ഇതാണ്. എന്റെ നിരീക്ഷണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി 10 ആണ്ടുകളായിട്ട് അവിടെ ഉണ്ട്. പതിയെ കയറി തന്ത്രിയുമായി നല്ല ബന്ധം സ്ഥാപിച്ചു. ആ ബന്ധത്തിൽ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതൊക്കെ SIT അന്വേഷിച്ച് വരട്ടെ. അങ്ങനെ നിലവിൽ അകത്ത് കിടക്കുന്ന തന്ത്രിയുമായുള്ള ബന്ധം ഉപയോഗിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പതിയെ സ്പോൺസറായി മാറുന്നു, ആളുകളെ കൊണ്ടിരുന്നു, പണസമ്പാദനം നടത്തുന്നു. അനാദിയായ ഒരു കാലത്ത് നിന്ന് പരിണാമം വഴി ഉണ്ടായെന്നൊന്നും പറഞ്ഞ് മറുപടി പറയരുത്. പോറ്റി കയറിയത് 2004.
പോറ്റിയെ കയറ്റിയത് ആര്? ആ ചോദ്യത്തിന് ഉത്തരം വിചിത്രമാണ് പറയാൻ സാറേ. പോറ്റി അനാദിയായ ഒരു രൂപമാണെന്നും പറയണ്ട. വിചിത്രമാണ്. പോറ്റി 25 കൊല്ലമായിട്ട് അവിടെ ഉണ്ട്. അതിന് കൃത്യമായ ഡേറ്റും ഉണ്ട്. ഈ ആ 2004 കയറ്റിയ കഴിഞ്ഞിട്ട് ആളുകളുണ്ട്. അല്ല ഒരു സെക്കൻഡ് ഈ കയറ്റിയ ആളുകളുണ്ട്. അതിന് അല്ല, സമാധാനം പറഞ്ഞേ പറ്റൂ. ഒരു മിനിറ്റ് അല്ലാതെ അതിന് അനാദി കാലം ഒന്നും പറയണ്ട. ഒരു മിനിറ്റ് ശ്രീ ഗോപൻ, ഈ 2004 കയറിയല്ലോ, 2004 തൊട്ട് 2025 വരെ UDF ആണോ ഇത് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ഭരിച്ചത്? അതിനിടയിൽ ആകെ ഒരൊറ്റ തവണ 2006 അധികാരം നഷ്ടപ്പെട്ട ശേഷം ഒരൊറ്റ തവണയാണ് UDF ഭരിച്ചിട്ടുള്ളത്, 2011 2016. ഈ ബാക്കി എത്ര വർഷം വരും സാർ? എത്ര ദേവസ്വം ബോർഡുകൾ വന്നു സാർ? എത്ര ദേവസ്വം ബോർഡുകളുടെ കാലത്ത് CPM-ന്റെ നോമിനികളുടെ പ്രസിഡന്റായി സാർ? ആ സമയത്തൊക്കെ നിങ്ങൾ ഇറക്കി വിട്ടിരുന്നോ തന്ത്രിയെ? അല്ല ക്ഷമിക്കണം, ഈ പോറ്റി ഇറക്കി വിട്ടിരുന്നോ? ഞാൻ ഒന്നുകൂടെ അല്ല, ഞാൻ ഇതിൽ മെറിറ്റിൽ സംസാരിച്ച എത്ര മണിക്കൂർ വേണമെങ്കിലും സംവാദത്തിന് ഞാൻ തയ്യാറാണ്. എന്റെ ചോദ്യം ഇതാ, 2004 കയറ്റി, 2006 LDF വന്നു, ബോർഡ് മാറിയില്ലേ? ഈ പോറ്റിയെ പറഞ്ഞു വിട്ടോ? ഇറക്കി വിട്ടോ? പടിയടച്ച് പിണ്ടം വെച്ചോ? എന്തെങ്കിലും യുക്തിയുള്ളത് പറയൂ സാർ. സോണിയാഗാന്ധിയായിട്ട് ബന്ധം എന്നിട്ട് കട്ടതാരി നിങ്ങളുടെ കാലത്ത്. അപ്പൊ കള്ളന്മാർ കേരള ക്ഷേത്രം കൊള്ളയ്ക്ക് പറ്റിയ സമയം LDF ഭരിക്കുമ്പോഴാണെന്ന് സോണിയാഗാന്ധി ഉപദേശം കൊടുത്തതാണോ താങ്കൾ പറഞ്ഞു വരുന്നേ? അല്ല, നിങ്ങൾ ദയവായിട്ട് ഈ UDF-ന്റെ പ്രതിനിധിയെ വിളിച്ചത് കഷ്ടമായി പോയി. കാരണം അവർക്ക് ഒരു ചാൻസും ഇല്ല കേട്ടോ അയ്യപ്പദാസായി. നിങ്ങളൊരു അവതാരകൻ ഇത്ര ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഭയങ്കര ഞാൻ ഈ ചോദിച്ചതിൽ മെറിറ്റിലില്ലാത്ത ഒരു ചോദ്യം ഉണ്ടെങ്കിൽ താങ്കൾ എന്നോട് തിരിച്ചു പറയും. അടുത്ത റൗണ്ട് സംസാരിക്കും, വെറുതെ നമ്മൾ സമയം കളയണ്ട. ഞാൻ മെറിറ്റിലല്ലാതെ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടെങ്കിൽ UDF-നെ താങ്കൾ എന്തായി പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നത്? താങ്കളെ SDPI കാരെന്ന് വിളിക്കാൻ പറ്റുമോ? വിളിച്ചോട്ടെ, ഒരു മര്യാദയൊക്കെ ഉണ്ട് സാർ. ഞാൻ മെറിറ്റിലല്ലാതെ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടെങ്കിൽ തിരിച്ചു പറയാൻ എന്നോട്. UDF-നെ വിളിച്ചെന്തായെന്ന് ഞാൻ എന്താ UDF-നെ വേണ്ടി സംസാരിക്കുന്നോ? ഏത് ചോദ്യമാണ്? കുറച്ചൊക്കെ മര്യാദ വേണം കേട്ടോ. എങ്ങനെ? കുറച്ചൊക്കെ മര്യാദ വേണം. ഞാൻ മെറിറ്റിലല്ലാതെ ചോദിച്ച ഒരു ചോദ്യം പറ. അല്ല, നിങ്ങൾ എന്നെ മര്യാദയൊന്നും പഠിപ്പിക്കും. എന്താ പിന്നെ എന്നെ UDF-കാരനാക്കാൻ നിങ്ങൾക്ക് എന്താ റൈറ്റ്? താങ്കൾ ആരാണ്? നിങ്ങൾ ഏത് പാർട്ടിക്ക് വേണ്ടി? താങ്കൾ ആരാണ്? എന്നെ UDF-ന് വേണ്ടി പറയാം. താങ്കൾ ആരാണ്? അല്ല, നിങ്ങൾ ഏത് പാർട്ടിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഏത് പാർട്ടി? ഞാൻ മാധ്യമപ്രവർത്തനാണ് സാർ. കഷ്ടമാണ് സാർ. നിങ്ങൾ ജനങ്ങളുടെ അടുത്ത് വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ആ ഫ്രസ്ട്രേഷൻ ഇവിടെ ഒന്ന് തീർക്കാൻ നിൽക്കല്ലേ? മാധ്യമ പ്രവർത്തനാണെങ്കിൽ നിങ്ങൾ അവതാരകനാവും സാർ. നിങ്ങൾ മീഡിയേറ്റർ ആവും. ശ്രീ ഗോപൻ, ഞാൻ ഈ 20 മിനിറ്റായി നമ്മൾ സംസാരിക്കുന്നു. അതിൽ മെറിറ്റിൽ അല്ലാതെ ഞാൻ ചോദിച്ച ഒരു ചോദ്യം പറ. ചലഞ്ച് ചെയ്യൂ. ഈ 20 മിനിറ്റിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചത് മെറിറ്റ് അല്ലാത്ത ഇല്ലല്ലേ, വെറുതെ പറഞ്ഞു പോലെ മെറിറ്റ് അല്ലാത്ത ഞാൻ ചോദിച്ചത് മെറിറ്റ് അല്ലാത്ത ഒരു ചോദ്യം പറ. ഞാൻ താങ്കളോട് പരസ്യമായി ഈ ജനങ്ങളുടെ മുന്നിൽ മാപ്പ് പറയും. പറ, ഒരു ചോദ്യം പറ. ഞാൻ പറയാം. നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ എന്റെ പ്രശ്നം മുന്നോട്ട് വെച്ചത് പോറ്റിയെ കയറ്റിയത് ആരാണെന്നുള്ളതാണ് എന്റെ പ്രശ്നം. ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വയ്യ. എന്നാ ശരിയാക്കാം, അടുത്ത റൗണ്ടിൽ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള ചോദ്യം വരുമ്പോൾ എളുപ്പമാണ്. മനോരമ UDF-ന്റെ ചോദ്യം UDF-ആരെ വിളിക്കണ്ടായിരുന്നു. കഷ്ടമാണ്, ഞാൻ അപലപിക്കുന്നു. കഷ്ടമാണ്, ചെയ്യരുത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ചില ചർച്ചയൊക്കെ. ഞാൻ തിരിച്ചു വരാം. അല്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് പറയാൻ പറ്റും സാറേ. അതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേർഷൻ ഞാൻ ചോദിച്ചത് താങ്കൾ ഉത്തരം പറഞ്ഞു. 2004 കയറ്റി, UDF ആണല്ലോ ഭരിക്കുന്നത്. 2004 തൊട്ട് 2025 വരെ വന്ന സർക്കാരുകൾ, അതിലെ കാലാവധി എത്രയാ? LDF എത്ര കാലം ഭരിച്ചു? ഈ കാലത്തൊക്കെ പോറ്റിയെ നിങ്ങൾ ഇറക്കി വിട്ടിരുന്നോ? പടിയടച്ച് വിട്ടം വെച്ചിരുന്നോ? ഉത്തരം പറഞ്ഞോ താങ്കൾ? വെറുതെ സമയങ്ങളാണ്. തിരിച്ചു വരാം.